നമസ്കാരം. ശശി തരൂർ ഇതെന്തു ഭാവിച്ചാണ്? എന്താണ് അദ്ദേഹത്തിൻ്റെ നീക്കം? കോൺഗ്രസിന് ഉറക്കം കെടുകയാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ. ആകപ്പാടെയുള്ള 100 എംപിമാരിൽ തിരുവനന്തപുരത്തു നിന്നുള്ള എം പിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് BJP കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. തരൂർ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയിട്ടും കോൺഗ്രസിനെ വഞ്ചിക്കുന്നു, ചതിക്കുന്നു, ബഹുമാനിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി കോൺഗ്രസ് നേതൃത്വം നടക്കുകയാണ്. തരൂരാവട്ടെ തൻ്റേതായ വഴി തുറന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തരൂരിൻ്റെ ലക്ഷ്യം എന്താണ്? ആർക്കുമൊട്ട് പിടികിട്ടുന്നില്ല. എന്നാൽ ബുദ്ധിമാനായ മോദി തരൂരിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. BJPയിലടക്കം ഒരുപാട് എംപിമാരും നേതാക്കളുമൊക്കെ രാജ്യത്തുണ്ടെങ്കിലും ലോകത്തിന് മുൻപിൽ ഇന്ത്യയെ ബ്രാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രതീകമാണ് ശശി തരൂർ എന്ന് മോദിക്കറിയാം. അതുകൊണ്ടാണ് 7 ഡെലിഗേറ്റ് സംഘത്തെ ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡെലിഗേറ്റ് സംഘം അമേരിക്ക ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഡെലിഗേറ്റ് സംഘത്തിന്റെ തലവനായി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ശശി തരൂരിനെ നിയോഗിക്കുന്നത്. ശശി തരൂർ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തെറിച്ചു. രാഹുൽ ഗാന്ധി പേര് ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന പേരാണ് തരൂരിൻ്റെത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുലിന് തരൂരിനോടുള്ള അസൂയയും പകയും. പക്ഷെ തരൂരിനെ മോദി ഉൾപ്പെടുത്തി. വെറുതെ ഒരു സംഘത്തിൽ ഉൾപ്പെടുത്തുകയല്ല, തരൂരിൻ്റെ നേതൃത്വത്തിൽ സംഘത്തെ ഉൾപ്പെടുത്തി. മോദി അതുവഴി ചെയ്യുന്നത് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി തരൂരിനെ മാറ്റുക. ലോകത്തെവിടെ ചെന്നാലും ആരാധകരുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് തരൂർ. തരൂരിന് ലോകത്ത് ഏത് സ്ഥലത്ത് ചെന്നാലും എപ്പോഴും സ്വീകാര്യതയുണ്ട്. ലോകത്തെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ, ലോകത്തെമ്പാടുമുള്ള ബുദ്ധിജീവികൾക്കിടയിൽ, എഴുത്തുകാർക്കിടയിൽ, ഡിപ്ലോമാറ്റുകൾക്കിടയിൽ തരൂരിന് വിലയുണ്ട്. തരൂർ അതിസുന്ദരനായി ഭംഗിയായി വസ്ത്രം ധരിച്ച് കൂസലില്ലാതെ അതിസ്വാഭാവികമായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും സ്റ്റാൻഫോർഡിലെയും ഒക്കെ പ്രൊഫസർമാർക്ക് പോലും കൗതുകമാണ്. തരൂർ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് പ്രതിഫലം. ബാക്കി ചെലവുകൾ വേറെയും കൊടുക്കണം. ആ തരൂർ എന്തു ഭാവിച്ചാണ് എന്ന് കോൺഗ്രസിന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തരൂർ ദേശസ്നേഹത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു. തരൂരിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജയ് ഹിന്ദിൽ പൊതിഞ്ഞ ദേശസ്നേഹമാണ്. അതാണ് കോൺഗ്രസ്സുകാരുടെ ഉറക്കം കെടുത്താൻ പ്രധാന കാരണം. തരൂർ BJPക്കും മോദിക്കും അനുകൂലമായ നിലപാടല്ല എടുക്കുന്നത്, നേരെ മറിച്ച് രാജ്യത്തിന് അനുകൂലമായ നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായി തരൂർ പറയുന്നു, രാജ്യത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കാത്തു സൂക്ഷിച്ചുവെന്ന്. മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്, BJP ആഗ്രഹിക്കുന്നത് ആ ഒരു നല്ല വാക്കാണ്. അതുകൊണ്ടാണ് ഉത്തരവാദിത്വത്തോടെ തരൂരിനെ ഈ ഡെലിഗേറ്റ് സംഘത്തിന്റെ തലവനായി അയച്ചത്. ഇന്നലെ ന്യൂയോർക്കിലെത്തിയ ഉടൻ തന്നെ തരൂർ ഇന്ത്യൻ കോൺസുലേറ്റിൽ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ കൂടെയുണ്ടായിരുന്ന എംപിമാരൊക്കെ തരൂരിന്റെ അസാധാരണമായ വാക്കുകൾക്ക് മുമ്പിൽ തരിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 7 എംപിമാരുടെ ഒരു സംഘമായിട്ടും തരൂരിന് തിരക്ക് പിടിച്ച പരിപാടിയായിരുന്നു. തരൂരിന്റെ പത്രസമ്മേളനം ഇന്നലെ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല തരൂരിന് ഒരുപാട് പരിപാടികൾ ക്ഷണിക്കപ്പെടുന്നുണ്ട്. അന്തസ്സുള്ള ഇന്ത്യയുടെ നിലപാട് തരൂർ ഇന്നലെ ന്യൂയോർക്കിലെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെയോ BJPയുടെയോ പ്രതിനിധിയല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല, സർക്കാരിന് വേണ്ടി വാദിക്കേണ്ട വാദവും എനിക്കില്ല. പക്ഷേ ഞാൻ രാജ്യത്തിന് വേണ്ടി വാദിക്കും. കാരണം എൻ്റെ രാജ്യം മഹത്തായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. തരൂർ ആവേശത്തോടുകൂടി പറയുകയാണ്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ തലവനാക്കാൻ മോദി സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യക്കൊരു ബ്രാൻഡ് അംബാസഡർ ആവശ്യമാണ്. തരൂരിനെ പോലെ ലോകമെമ്പാടും ബന്ധങ്ങളുള്ള മറ്റൊരു ബ്രാൻഡ് അംബാസഡർ ഇല്ല എന്ന് മോദിക്കറിയാം. ഇത് പക്ഷേ കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല. അവർ തരൂരിനെ ചവിട്ടി പുറത്താക്കുന്ന സമയം നോക്കിയിരിക്കുന്നു. തരൂരാവട്ടെ ബോധപൂർവം രാജ്യസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നു. BJPക്കാരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള, കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള രാജ്യസ്നേഹം, ദേശസ്നേഹമാണ് തരൂരിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്ത് പറഞ്ഞാലും ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് തരൂർ സംസാരിക്കുന്നത്. തരൂർ അമേരിക്കയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ANAക്ക് ഒരു അഭിമുഖം കൊടുത്തു. കാറിൽ കയറിയിരുന്നുകൊണ്ട് അതിസ്വാഭാവികമായി തരൂർ സംസാരിച്ച സുന്ദരമായ ഇംഗ്ലീഷ് വാക്കുകൾ, രാജ്യസ്നേഹം വഴിഞ്ഞൊഴുകുന്ന ദേശസ്നേഹിയുടെ വാക്കുകൾ, അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. I'm heading off to 5 countries leading an all-party delegation to Guyana, Panama, Colombia, Brazil, and the United States. And the reason we're going is to speak for the nation, to speak about this horrendous crisis we were subjected to, in which our country was attacked by terrorists in the cruelest possible way. We need to speak up with clarity and conviction for our country, for our response, and to give the world the message that we will not be silenced by terrorism. And we don't want the world to look away either. We don't want indifference to triumph over the truth. It's a mission of peace. It's a mission of hope. And it's a mission that will one day remind the world that India
stands for all the values we need to preserve in the world today of peace, of democracy, of freedom, and not of hatred, of killing, and of terror. Jai Hind. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് തരൂർ അവസാനിപ്പിച്ചത് പോലും. തരൂരിനെ ഇന്നലെ വരെ എതിർത്തിരുന്ന സംഘപരിവാറുകാരൊക്കെ തരൂരിൻ്റെ ആരാധകനായി മാറുന്നു. തരൂരാവട്ടെ പ്രതിപക്ഷത്തിൻ്റെ എം പി ആണ് എന്ന ഉത്തമബോധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യം നേടിയ അസാധാരണമായ നേട്ടത്തെ ഉറക്ക വിളിച്ച് പറയുകയാണ് ലോകം മുഴുവൻ. അതാണ് കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തുന്നതും. തരൂർ കോൺഗ്രസ് വിടുന്നുമില്ല, തരൂരിനെ കോൺഗ്രസ് പുറത്താക്കാൻ കഴിയുന്ന സാഹചര്യവുമില്ല. തരൂരാവട്ടെ BJP-യേക്കാൾ ശക്തമായ ദേശസ്നേഹത്തിൻ്റെ വക്താവായി രംഗത്ത് വരുന്നു. ഇതുവഴി തരൂർ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തരൂരിൻ്റെ അംഗീകാരവും ആദരവും എല്ലാ മേഖലയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ രാജ്യസ്നേഹി തരൂരാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അതേസമയം എവിടെ ചെന്നാലും പറയാനുള്ളത് പറയാൻ തരൂരിനൊട്ട് മടിയുമില്ല. ഏഷ്യാറ്റിക് സൊസൈറ്റിയിലെ പരിപാടിയിൽ പങ്കെടുത്തോട് തരൂരിനോട് ചിലർ ചോദിച്ചു ട്രംപിനെ കുറിച്ചുള്ള അഭിപ്രായം. തരൂർ പറഞ്ഞു, വിദേശ മണ്ണിൽ വന്ന് ആ രാജ്യത്തെ ഭരണാധികാരിയെക്കുറിച്ചോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റോ നടത്തുന്നത് ഉചിതമല്ല. ഞാനങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ച് ഞാൻ പ്രതിപക്ഷത്തിൻ്റെ വക്താവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. പ്രത്യേകിച്ച് ഞാനിവിടെ ടാക്സ് കൊടുക്കുന്നില്ല, ഞാനിവിടെ ഒരു ഇമിഗ്രൻ്റ് ആവാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് അത്തരമൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒബാമയും ക്ലിൻ്റനും അടക്കമുള്ളവരോട് ചേർന്ന് പ്രവർത്തിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത്തരമൊരു ക്ലാസ്സിൽപ്പെട്ട ഒരു മനുഷ്യനല്ല ഈ ജെന്റിൽമാൻ എന്ന് പറഞ്ഞ് ട്രംപിനെ തള്ളിപ്പറയുകയാണ്. Look, it's really not our place, especially since I have been introduced as a member of an Indian parliament and so on. I shouldn't be commenting on political leaders in foreign countries on their soil. But having said that, it's also true that people have their political preferences. And mine is not a political preference. I don't pay taxes here, so I don't care if they're lower or higher. I don't, I'm not seeking to be an immigrant here. Even when I had the right to apply, I didn't. And therefore, I'm not worried about their stand on immigration. Those are other issues. On policy issues, everybody in this hall is entitled to their own preferences. But just the personal manner strikes me as not entirely as agreeable or pleasant as one would like to see in a distinguished American political figure. I had the great honor of meeting 4 or 5 American presidents during my time in the US and having detailed conversations with both the Bushes, with Clinton, much more briefly with Obama. I mean, these are people of certain class, a certain distinction, and it's not politics. There are 2 Republicans in that list and 2 Democrats. But there was a certain both political heft, statesman-like gravitas, and intellectual quality that I find woefully lacking in this gentleman. That's the personal way. ഈ വാക്കുകളും ലോകം മുഴുവൻ വൈറലാവുകയാണ്. അമേരിക്കക്കാർ അത് കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത് എന്നോർക്കണം. അതാണ് ശശി തരൂർ എന്ന നേതാവ്. തരൂരിൻ്റെ അടുത്ത ഉന്നം എന്താണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. തരൂർ തൽക്കാലം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ അല്ല നിലപാടെടുക്കാൻ പോകുന്നത്. രാജ്യസ്നേഹത്തിന് അല്പം കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായി തരൂർ മുമ്പോട്ട് പോകുന്നു. തരൂരിൻ്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദവിയാണോ, അതോ BJP-യോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനമാണോ, അതോ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വളരെ സ്വതന്ത്രമായ ഒരു ചിന്താഗതിയിലേക്ക് മലയാളി സമൂഹത്തെ നീക്കാനുള്ള ശ്രമമാണോ? ഇതൊന്നും ആർക്കും നിശ്ചയമില്ല. തരൂരിൻ്റെ സ്വീകാര്യതയിലും തരൂരിന് കിട്ടുന്ന കയ്യടിയിലും അസൂയപ്പെട്ട് ഞെരിവിളി കൊള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ തരൂരാവട്ടെ ബോധപൂർവം ദേശീയതയെ, ദേശസ്നേഹത്തെ, രാജ്യസ്നേഹത്തെ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് വിമർശകർക്ക് നിശബ്ദമായ മറുപടിയും കൊടുക്കുന്നു.